നിർബന്ധം ഏതായാലും ഒരു ജംബോ പട്ടിക ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഏറെക്കുറെ ഉറപ്പാണ്. പക്ഷേ ഇപ്പോഴും എല്ലാ തവണത്തെയും പോലെ തന്നെ കോൺഗ്രസിൻ്റെ ഈ പുനഃസംഘടനാ ചർച്ച അതങ്ങനെ തന്നെ തട്ടിയും തെറിച്ചും പോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ദില്ലി ചർച്ചകളിൽ ഏറ്റവും നിർണായകമായത് ചർച്ച വഴിമുട്ടിയതിൽ ഏറ്റവും ഘടകമായി മാറിയത് വി ഡി സതീശൻ്റെ നിലപാടാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. വി ഡി സതീശൻ്റെ നോമിനി ചെമ്പഴന്തി അനിലെ തിരുവനന്തപുരം DCC അധ്യക്ഷനാക്കണമെന്ന കടുംപിടുത്തം തുടർന്ന് ഇതാണ് ആ ചർച്ച വഴിമുട്ടിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു കാലത്തും കോൺഗ്രസിനെ വിട്ടുമാറാത്തതാണ് ഈ ഗ്രൂപ്പ് താല്പര്യങ്ങളും വ്യക്തി താല്പര്യങ്ങളും. അത് ഇനിയും ഈ സണ്ണി ജോസഫ് വന്നാലും ശക്തൻ വന്നാലും ഒരുപക്ഷെ അടൂർ പ്രകാശ് വന്നാലും അതങ്ങനെ തന്നെ തുടരുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് അടക്കം പടിവാതിക്കൽ നിൽക്കെ വല്ലാത്ത പ്രതിസന്ധി നേരിടുകയാണ് കോൺഗ്രസ്. എന്താണ് ഇനി ഈ കേരളത്തിൽ നടക്കുന്ന രണ്ട് ചർച്ചകളിലും ഏതെങ്കിലും തീരുമാനമാകാൻ സാധ്യതയുണ്ടോ? ജംബോ പട്ടിക എന്ന് ഇറങ്ങും? സിജു, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദില്ലിയിൽ നടന്ന ചർച്ചകൾ കൊണ്ട് ഗുണമുണ്ടായില്ല എന്നതാണ്. കാരണം ദില്ലിയിലേക്ക് പോയപ്പോൾ പട്ടിക AICC നേതൃത്വത്തിന് കൈമാറാൻ നിലവിലെ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന് കഴിഞ്ഞില്ല. അങ്ങനെ പട്ടിക പോലും കൈമാറാതെ പ്രാഥമികമായി ഉണ്ടാക്കിയെടുത്ത പട്ടിക പോലും കൈമാറാനാകാതെയാണ് ദില്ലിയിൽ നിന്ന് സണ്ണി ജോസഫിന് മടങ്ങേണ്ടി വന്നത്. അതിന് കാരണം ദില്ലിയിൽ പോയപ്പോഴേക്കും MPമാരുടെ പുതിയ ആവശ്യങ്ങൾ വന്നിരുന്നു. AICC നിലപാട് എന്ന് പറയുന്നത് MPമാരോട് DCC അധ്യക്ഷന്മാരെയും ആ പ്രദേശത്ത് നിന്ന് വരുന്ന അതല്ല നിർഭൻ, ഈ സണ്ണി ജോസഫ് ഒരു പട്ടികയുമായി അവിടെ പോയി. ആ പട്ടിക ഇവിടെ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയതല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ തർക്കം ദില്ലിയിൽ തുടരേണ്ടതില്ലല്ലോ, ഉണ്ടോ? പ്രാഥമികമായി അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് സിജു. അതായത് ഈ ചർച്ചയുടെ ഭാഗമായി ഉണ്ടാക്കിയെടുത്ത ഒരു പ്രാഥമിക പട്ടികമായി അവിടെ പോകുമ്പോൾ AICCക്ക് വ്യക്തമായ മാനദണ്ഡമുണ്ട്. MPമാരെ കേൾക്കണം. അപ്പോൾ MPമാരെ കേൾക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അഭിപ്രായ വ്യത്യാസം MPമാർ തന്നെ തങ്ങളെ കേട്ടില്ല എന്ന തങ്ങളുടെ നീരസം AICC നേതൃത്വത്തെ അറിയിച്ചു. അങ്ങനെയാണ് കൊടിക്കുന്നിൽ സുരേഷ് അഭിപ്രായ വ്യത്യാസം പറയുന്നത്, സുധാകരൻ അഭിപ്രായ വ്യത്യാസം പറയുന്നത്, തിരുവനന്തപുരത്തെ സംബന്ധിച്ച് അടൂർ പ്രകാശിനും ശശി തരൂരിനും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നു. ഇവരുടെ അഭിപ്രായങ്ങൾ കൂടി കൂടിക്കാഴ്ചകളിലേക്ക് പോയപ്പോൾ നിലവിലെ പട്ടികയ്ക്ക് പ്രായോഗികമായി അവതരിപ്പിക്കാനോ ആ പട്ടിക കൈമാറാനോ പറ്റാത്ത അവസ്ഥ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിനുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ടാണ് മടങ്ങുന്നത്. ഇനി ഉള്ള ചർച്ചയെന്ന് പറയുന്നത് MPമാർ കൂടി വെച്ച നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി സമവായത്തിലേക്ക് കാര്യങ്ങൾ പോകണം. DCC അധ്യക്ഷന്മാരായി ഒഴിയുന്നവരെ KPCC ജനറൽ സെക്രട്ടറിമാരായി പരിഗണിക്കണം. നിലവിൽ പുതുതായി KPCC DCC അധ്യക്ഷന്മാരെ മാറ്റുമ്പോൾ ഉണ്ടാകുന്ന പ്രതിസന്ധി വളരെ വലുതാണ്. അത് മലബാറിലെ 3 DCC അധ്യക്ഷന്മാരെ മാറ്റരുത് എന്ന കടുംപിടുത്തത്തിലാണ് സുധാകരനുള്ളത്. മാത്രമല്ല അദ്ദേഹത്തെ KPCC അധ്യക്ഷ പദവിയിൽ നിന്ന് മാറ്റുന്നതിന് വേണ്ടി ഗൂഢാലോചന നടത്തി മറുഫ് ക്യാമ്പിലേക്ക് പോയി വ്യാപകമായി പ്രചരണം നടത്തിയ അന്നത്തെ KPCC ജനറൽ സെക്രട്ടറിയെ വീണ്ടും സംസ്ഥാന KPCCയുടെ വൈസ് പ്രസിഡന്റ് ആക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ആ നേതാവിന് ഒരു കാരണവശാലും പട്ടികയിൽ ഉൾപ്പെടുത്തരുത് എന്ന കടുത്ത നിലപാട് സുധാകരൻ സ്വീകരിച്ചു കഴിഞ്ഞു. ഒപ്പം തന്നെയാണ് തിരുവനന്തപുരം DCCയിൽ നിലവിൽ പല പേരുകൾ വന്നു. അത് ഏറ്റവും നേരത്തെ സിജു പറഞ്ഞതുപോലത്തെ മണക്കാട് സുരേഷ് KC വേണുഗോപാലിൻ്റെ ഭാഗമായി നിൽക്കുന്നു. ഒപ്പം തന്നെ ചെമ്പഴന്തി അനിൽ VD സതീശൻ്റെ ഭാഗമായി നിൽക്കുന്നു. യുവ നേതാവ് എന്ന നിലയിൽ ശബരിനാഥൻ നിൽക്കുന്നു. ശരത്ചന്ദ്ര പ്രസാദിന് മുതിർന്ന നേതാക്കളെ പിന്തുണ ആദ്യഘട്ടത്തിലുണ്ടായിരുന്നു. ഇങ്ങനെ പല പേരുകൾ നിർദ്ദേശമായി വന്നപ്പോൾ VD സതീശൻ ഒരു ഉറച്ച നിലപാടെടുത്തു. ഒരു കാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല. ചെമ്പഴന്തി അനിലിനെ തന്നെ തിരുവനന്തപുരത്ത് DCC അധ്യക്ഷനാക്കണമെന്ന് നിലപാട് സ്വീകരിച്ചു. അതോടെ തന്നെ മുതിർന്ന നേതാക്കളെല്ലാം ഒന്നിച്ച് സംഘടിച്ച് മറുഭാഗം ഒരു ചേരിയായി മാറുകയാണ്.